യുഎയിൽ ജോലി തേടുന്നവർക്ക് വൻ അവസരമൊരുക്കി കൂടുതൽ വൈറ്റ് കോളർ തൊഴിലാളികളെ നിയമിക്കാനുള്ള നീക്കവുമായി അബുദാബി. സർക്കാർ സ്ഥാപനങ്ങൾ, ബിസിനസ് മാനേജ്മെന്റ്, കൺസൾട്ടിംഗ്, അക്കാദമി, സയൻസ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി, റിയൽ എസ്റ്റേറ്റ്, മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിലെ ജോലികളെയാണ് വൈറ്റ് കോളർ ജോബ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലൂ കോളർ തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് വരുത്താനാണ് മറ്റൊരു തീരുമാനം. ഫാക്ടറി, ഖനി, നിർമ്മാണം, വെൽഡിംഗ്, ഇലക്ട്രിക്കൽ രംഗത്തെ തൊഴിലാളികളെയാണ് ബ്ലൂ കോളർ തൊഴിലാളികളെന്ന് വിളിക്കുന്നത്. ബ്ലൂ കോളർ ജനസംഖ്യ കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. നമ്മൾ എപ്പോഴും അവരോട് നന്ദിയുള്ളവരായിരിക്കും. അബുദാബിക്ക് ശരിക്കും ഉപയോഗിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ, ഉദാഹരണത്തിന് വെർട്ടിക്കൽ ഫാമിംഗ് സാങ്കേതിക വിദ്യകളുള്ള കമ്പനികളെയാണ് ഞങ്ങളിപ്പോൾ അന്വേഷിക്കുന്നതെന്ന് ദുബായ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ട് ചെയർമാൻ മുഹമ്മദ് അൽ ഷുറാഫ വ്യക്തമാക്കി. അബുദാബിയിൽ 46% വൈറ്റ് കോളർ തൊഴിലാളികളും 54% ബ്ലൂ കോളർ തൊഴിലാളികളുമാണുള്ളത്. 2011 ശേഷം 109% വർധനവാണ് വൈറ്റ് കോളർ തൊഴിൽ രംഗത്തുണ്ടായത്. ബ്ലൂ കോളർ രംഗത്ത് 65%. 2040 വൈറ്റ് കോളർ ജനസംഖ്യ ഇരട്ടിയാക്കാനാണ് നീക്കമെന്നും ചെയർമാൻ പറഞ്ഞു. അറിവിലും നവീകരണത്തിലും അധിഷ്ഠിതമായ സ്ഥാപനങ്ങളെ ആകർഷിക്കുന്നതിനും രാജ്യത്ത് സ്ഥാപിക്കുന്നതിനുമാണ് UAE ഫെഡറൽ സർക്കാർ ശ്രമിക്കുന്നത്. ഇതിന് കൂടുതൽ വൈറ്റ് കോളർ പ്രൊഫഷണലുകളെ ആവശ്യമാണ്. ഇതിലൂടെ സമ്പദ്വ്യവസ്ഥയെ അടുത്ത ഘട്ട വളർച്ചയിലേക്ക് നയിക്കാനാകുമെന്നും തൊഴിൽ വിദഗ്ധർ വിലയിരുത്തുന്നു. അതേസമയം മലയാളികളടക്കം അനേകായിരങ്ങളാണ് തൊഴിൽ തേടി ദിവസേന UAEയിലെത്തുന്നത്. വിസിറ്റ് വിസയിലെത്തി ചെറുകിട ജോലികളിൽ പ്രവേശിച്ച വിസ കാലാവധി നീട്ടുന്നവരും പരീക്ഷയും മറ്റും എഴുതി സ്ഥിര ജോലിയിൽ പ്രവേശിക്കുന്നവരുമുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവരിൽ ചിലർക്കെങ്കിലും സംഭവിക്കുന്ന ഒന്നാണ് വിസയിലെ തെറ്റുകൾ. ഡെസിഗ്നേഷനിൽ തെറ്റ് സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രവാസ ജീവിതം ആരംഭിക്കാനിരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. UAE വിസ നൽകുന്ന സമയത്ത് തൊഴിൽ കരാറിൽ പരാമർശിച്ചിരിക്കുന്ന അതേ ജോലിയായിരിക്കും വിസയിലും വ്യക്തമാക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറാറ്റൈസേഷൻ മന്ത്രാലയത്തിൽ തൊഴിൽ കരാർ രജിസ്റ്റർ ചെയ്യേണ്ടതായുമുണ്ട്. തൊഴിൽ കരാർ തയ്യാറാക്കുമ്പോൾ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളും പാലിക്കണം. വർക്ക് പെർമിറ്റിനായി അപേക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന ഓഫർ ലെറ്ററിൽ പരാമർശിക്കുന്ന അതേ തൊഴിൽ തന്നെയായിരിക്കണം വിസയിലും നൽകേണ്ടത്. വർക്ക് പെർമിറ്റ് നൽകുന്നതിനു മുൻപ് ജോബ് ഓഫറുമായി പൊരുത്തപ്പെടുന്ന അംഗീകൃത സ്റ്റാൻഡേർഡ് തൊഴിൽ കരാർ തന്നെ ഉപയോഗിക്കാൻ തൊഴിൽദാതാവ് ശ്രദ്ധിക്കണം. ജോബ് ഓഫറിൽ പരാമർശിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കരാറിൽ ചേർക്കുന്നത് അനുവദനീയമാണ്. നിയമവ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ലാത്ത തരത്തിൽ കരാറിലേക്ക് അനുബന്ധങ്ങൾ ചേർക്കുന്നതും അനുവദനീയമാണ്. നിങ്ങൾ ചെയ്യുന്ന തൊഴിലും വിസയിൽ പരാമർശിച്ചിരിക്കുന്ന തൊഴിലും വ്യത്യസ്തമാണെങ്കിൽ ഇക്കാര്യം തൊഴിൽദാതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. റെസിഡൻസി വിസയിലും റെസിഡൻസ് ഐഡിയിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ തൊഴിലുടമയ്ക്ക് മാത്രമാണ് സാധിക്കുക. UAEയിലെ തൊഴിൽ നിയമ ലംഘനങ്ങൾ ഇതല്ല. വർക്ക് പെർമിറ്റ് ഇല്ലാതെ ഒരു തൊഴിലാളിയെ കൊണ്ട് ജോലി എടുപ്പിക്കുകയോ ജോലിക്ക് കൊണ്ടുവന്ന ശേഷം തൊഴിൽ നൽകാതിരിക്കുകയോ ചെയ്യുന്ന തൊഴിലുടമകൾ, തൊഴിലാളികളുടെ അവകാശം തീർപ്പാക്കാതെ ബിസിനസ് അവസാനിപ്പിക്കുന്ന തൊഴിലുടമകൾ, നിയമം ലംഘിച്ച് പ്രായപൂർത്തിയാകാത്തവരെ നിയമിക്കുന്ന തൊഴിൽദാതാക്കൾ, നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന തൊഴിലുടമകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.